ക്രൂശിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിൽ ഇന്ന് നാം ധ്യാനിക്കുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം. അവൻ വന്നു, ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. ഇതിന് മുമ്പേ ഉള്ള വാക്യം നമുക്കറിയാവുന്നതാണ്. ക്രൂശിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിക്കുന്നതും ഇരുവശത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുന്നതുമാണ്. ക്രൂശിനെ നാം ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ ക്രിസ്തു നൽകുന്ന സമാധാനം, ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം ഉണ്ടാക്കുകയാണ്, സമാധാനം സൃഷ്ടിക്കപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ കാലത്ത് പാക്സ് റൊമാന എന്ന പേരിൽ റോമാ ഗവൺമെൻറ്റിൻ്റെ അധികാരമുള്ള എല്ലാ സ്ഥലങ്ങളിലും സമാധാനമുണ്ട് എന്നൊരു ചിന്തയുണ്ടായി. അത്തരം അധികാരത്തിലൂടെ, വാഴ്ചകളിലൂടെ നേടുന്ന സമാധാനമല്ല സമാധാനം. സ്നേഹത്തിലും നീതിയിലും സാഹോദര്യത്തിലും അപരരോടുള്ള കരുതലിലുമാണ് സമാധാനമെന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. ക്രൂശ് അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. സമാധാനത്തിന് എതിരായുള്ളത് അക്രമമാണ്. അക്രമത്തിൻ്റെ അടിസ്ഥാനം സ്വസ്നേഹവും മറ്റുള്ളവരോടുള്ള വിരോധവുമാണ്. രാജ്യങ്ങളാവട്ടെ, സമുദായങ്ങളാകട്ടെ, സമൂഹങ്ങളാകട്ടെ, മറ്റുള്ളവരോടുള്ള വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതിർത്തികളോടുള്ള വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ സമൂഹങ്ങളെ കെട്ടുപണി ചെയ്യുമ്പോൾ ഏത് നിമിഷവും ആക്രമണത്തിന് സജ്ജമായ, അക്രമാസക്തമായ ഒരു കൂട്ടരെയാണ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധവും ഒരു കലാപവും പൊടുന്നനെ ഉണ്ടാവുന്നതല്ല. നാളുകളായി, ദീർഘനാളുകളായി ഒരുക്കി കൊണ്ടുവരുന്ന വിരോധത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, സ്വസ്നേഹത്തിൻ്റെ കൊടിയ ഫലം മാത്രമാണ് അത്. അതുകൊണ്ടാണ് ശരിയായ സ്നേഹം, ദൈവസ്നേഹത്തിൽ ഏവരെയും സ്നേഹിക്കുന്ന, ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട് ഏവരെയും വീണ്ടെടുക്കുന്ന, അപരരോടും അപരിചിതരോടും നീതിപൂർവമായ സ്നേഹം സാധ്യമാക്കുന്ന സുവിശേഷം ക്രിസ്തു കുരിശിൽ സാധ്യമാക്കിയത്. യേശുവിൻ്റെ കുരിശ് സമാധാനത്തിൻ്റേതാണ്, സമാധാനം ഉണ്ടാക്കുന്നതാണ്. നീതിയും തേജസ്സുമുള്ള ബന്ധങ്ങളിലൂടെയാണ് സമാധാനം ലഭിക്കുന്നത്. അതുകൊണ്ട് കുരിശ് സമാധാനത്തിനുള്ള ഒരു ആഹ്വാനമാണ്. ഈ നോമ്പുകാല ധ്യാനത്ത് സമാധാനമുണ്ടാക്കുവാൻ, സമാധാനം കണ്ടെത്തുവാൻ, സർവരെയും സ്നേഹിക്കുന്ന, വിരോധത്തെ വിരോധിക്കുന്ന, അകലങ്ങളെ കുറയ്ക്കുന്ന ആ സമാധാനം നമ്മളെ എല്ലാവരെയും പരിപാലിക്കട്ടെ. ആമേൻ.